കണ്ണേറും സിഹറും ബാധിക്കാതിരിക്കാനുള്ള ഒരൊറ്റ മൂലി പറഞ്ഞുതരാമെന്ന്. മനുഷ്യരല്ലാത്ത ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു നേരെങ്കിലും ദിവസം. പൂച്ചക്കായാലും മതി. പക്ഷെ പൂച്ച എപ്പോഴും വീട്ടിലുള്ളത് കൊണ്ട് പൂച്ചക്ക് നിങ്ങളെ ഭക്ഷണം കിട്ടുമെന്നൊരു ഉറപ്പുള്ള ജീവിയാണ്. അത് അങ്ങനെ അല്ലാത്തൊരു ജീവിയാവുന്നത് ഒന്നുകൂടി നല്ലതാണ്. ഉദാഹരണം പറയാം, ഉറുമ്പിൻ്റെ ഏരിയ, അവിടെ കൊണ്ടുപോയി കുറച്ച് അരിമണിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പലഹാരമോ അവിടെ കൊണ്ടുപോയി വെക്കുക. അത് അങ്ങനെ നാളെ വേറൊരു ഉറുമ്പിൻ്റെ ഏരിയയിൽ വെക്കുക. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭയങ്കര ഫല. കാക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ സിഹർ ബാധിക്കില്ല എന്ന് പറയുന്ന ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല നല്ല കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്ത് ഒരാൾ 7 വട്ടം ഓതിയാൽ അന്ന് മഗ്രിബ് വരെ സിഹറിൽ പോയില്ല. മഗ്രിബിന് അല്ലെങ്കിൽ അസറിന് ശേഷം 7 വട്ടം ഓതിയാൽ അടുത്ത സുബഹി വരെ സിഹറോ കണ്ണേറോ ഏൽക്കൂല. സുബഹിന്റെ ഭാഗം കൊടുത്താൽ അത് ഓതിയിരിക്കണം, അല്ലെങ്കിൽ തഹജ്ജുദിന് എണീറ്റാൽ ഓതിയിരിക്കണം. എന്തേ? ആ പകൽ അവസാനിക്കുന്നവരെ സിഹർ ഏൽക്കൂല, കണ്ണേർ ഏൽക്കൂല, ഒരു ശൈത്താനും ഒന്നും ചെയ്യാൻ കഴിയില്ല.